മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ഇന്ന് ഡിസംബർ 30. ഏതാണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 500-ന്റെയും 1000-ന്റെയും നോട്ടുകളെ റദ്ദാക്കിയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് 51 ദിവസങ്ങളായി. ഈ ഡിസംബർ അവസാനത്തോടുകൂടി എല്ലാം നോർമലാവും എന്ന് അറിയിച്ചിരുന്നു. 50 ദിവസം വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനെ നഖശിഖാന്തം എതിർത്ത ധാരാളം പേരുണ്ട്. ആദ്യം സപ്പോർട്ട് ചെയ്ത് പിന്നെ എതിർത്തവരുണ്ട്. ആദ്യം എതിർത്തിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. പിന്നെ ന്യൂട്രലായിട്ട് കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്. ഏതായാലും കുറേ അധികം വ്യക്തികൾ ഇവിടെ വിപ്ലവം ഉണ്ടാവുമെന്നും ആഭ്യന്തര കലാപമുണ്ടാകുമെന്നും ഭയങ്കരമായിട്ട് ദാരിദ്ര്യം കൂടുമെന്നും ദരിദ്രരെല്ലാം ചത്തൊടുങ്ങുമെന്നും ATM കൗണ്ടറിന്റെ മുമ്പിൽ ജനങ്ങൾ ATM തല്ലി തകർക്കുമെന്നും കുറേ അധികം കാര്യങ്ങൾ പലരും പറഞ്ഞിരുന്നു. ഏതായാലും ഈ നോട്ട് ക്യാൻസൽ അതിൻ്റെ പരിണത ഫലം എന്ന രീതിയിൽ നശീകരണ പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ ഒരിടത്തും നടന്നില്ല. ഉത്തർപ്രദേശിലെ ATMന്റെ മുമ്പിൽ ഒരു അല്പം കോൺഫ്ലിക്റ്റ് ഇടയ്ക്ക് ചിലർ കയറിയത് കാരണമായി. ബാക്കി എല്ലായിടത്തും ഭാരതം എന്ന രാഷ്ട്രം ഈ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് ധന്യമായി പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ തന്നെ സർവേയിൽ 82% പേര് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇൻഡിപെൻഡന്റ്ലി ഡിഫൻസ്.in സർവേയിൽ 92% പേര് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. പത്രമാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ വളരെ പോസിറ്റീവായിരുന്നു. കേരളത്തിലെ ഭാരതത്തിലെ ധനകാര്യ വിഷയം കൈകാര്യം ചെയ്യുന്നവര് ഇതിനെ വളരെയേറെ പുകഴ്ത്തി. രാഷ്ട്രീയക്കാര്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ളവര്, നല്ല എക്കണോമിക്സിലൊക്കെ ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള കേരളത്തിലെ ധനകാര്യമന്ത്രിമാര് നിരന്തരം എതിർത്തുകൊണ്ടിരുന്നു. ചില പത്രമാധ്യമങ്ങൾ അതിശക്തമായിട്ട് എതിർത്തിരുന്നു. അതേസമയത്ത് ധാരാളം പത്രമാധ്യമങ്ങൾ ന്യൂട്രലായിട്ട് കാര്യങ്ങൾ വിവരിക്കേണ്ടായി. ചില മാധ്യമങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ ഫിനാൻഷ്യൽ എക്കണോമിക്കൽ എക്സ്പേർട്സ് നല്ല കമന്റ് പറഞ്ഞു. ഭാരതത്തിൽ പൊതുവെ സാമ്പത്തികമായിട്ട് ശക്തമായിട്ടുള്ള മാന്ദ്യം സംഭവിച്ചു. ട്രേഡ്, കോമേഴ്സ്, സെയിൽസ്, മർക്കൻഡൈസ് എല്ലാം ബാധിച്ചു. ചെറുതും വലുതുമായിട്ടുള്ള കടകളിൽ 5000, 10000 രൂപ ഒരു മണിക്കൂറിൽ സെയിൽസ് നടന്നിരുന്ന സ്ഥാനത്ത് വളരെ കുറഞ്ഞു ആദ്യകാലങ്ങളിൽ. പിന്നെ അതെല്ലാം പിക്കപ്പ് ചെയ്തു. ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലും ഡിജിറ്റലൈസേഷന്റെ കാര്യത്തിലും ശരിക്ക് കറൻസി ഇല്ലാതെ ട്രാൻസാക്ഷൻ നടത്തുന്ന കാര്യത്തിലൊക്കെ 100%, 200% പ്രോഗ്രസ് ഉണ്ടായി. കോപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും കുറെ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഒരു ആഭ്യന്തര കലാപം ഉണ്ടായില്ല. ഇത്രയും അധികം ജനങ്ങൾ, 128 കോടി ജനങ്ങൾ, അതിലൊരു 5 കോടിയോ 2 കോടിയോ എങ്കിലും ശക്തമായിട്ട് ഇതിനെ എതിർത്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഭാരതത്തിനകത്ത് വലിയൊരു കലാപം ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല, യുവാക്കളാണ് ഇതിനെ എതിർത്ത് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ എല്ലായിടത്തും ഏത് തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങളും ഉണ്ടാകുമായിരുന്നു. പക്ഷെ 500-ന്റെ നോട്ട് പിൻവലിച്ചോടുകൂടി തീവ്രവാദം അതിശക്തമായിട്ട് കുറഞ്ഞു എന്ന് വേൾഡ് ഇന്റലക്ച്വൽസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെയിൽസ് ചെന്നൈയിലൊക്കെ പോയപ്പോൾ കേട്ടത് 1 കോടി 1.5 കോടി രൂപയുടെ ഫ്ലാറ്റ് 60 ലക്ഷത്തിനും 50 ലക്ഷത്തിനും വരെയും കൊടുക്കാൻ തയ്യാറാണ്. ആ മുടക്കിയ മുതൽ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ
ലാൻഡ് സെയിൽസ്, ലാൻഡ് വാല്യൂ വളരെയധികം കുറഞ്ഞു. പല സാധനങ്ങളുടെയും വില കുറഞ്ഞു. ഇന്നലെ 1 കിലോ തക്കാളിയും 1 കിലോ സവാളയും വാങ്ങിച്ചപ്പോൾ 30 രൂപയാണ് രണ്ടിനും കൂടി കൊടുത്തത്. 1 കിലോ സവാളയ്ക്ക് 80-90 രൂപ ഉണ്ടായിരുന്നു, തക്കാളിക്ക് 70-60 ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. അതെല്ലാം ഈ നോട്ട് പിൻവലിച്ചത് കൊണ്ടാണെന്നല്ല സാധനങ്ങളുടെ വില അതും ഇതുമായി ചേർന്നിട്ട് കുറഞ്ഞതോ അല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറഞ്ഞതോ. കുറേയധികം വ്യത്യാസങ്ങളുണ്ട്. കുറേ അധികം സാധാരണക്കാര് സ്വൈപ്പർ ഉപയോഗിക്കാനും ATM കാർഡ് ഉപയോഗിക്കാനും അതേപോലെ ടെക്നിക്കലി കുറേ അധികം ക്വാളിഫൈഡ് ചെയ്തു ATM ഉപയോഗിക്കാനും എല്ലാം പഠിച്ചു. മാത്രമല്ല ATMിലൂടെ 2000 രൂപയെ കിട്ടുള്ളൂ എന്നുള്ളതും ഒരാഴ്ചയിൽ 24,000 രൂപയെ ബാങ്കിൽ നിന്ന് കിട്ടുള്ളൂ എന്നുള്ളത് കൂടി വന്നപ്പോൾ പൈസ ചെലവാക്കുന്നതിൽ റെസ്ട്രിക്ഷൻ വന്നു. ആഡംബരത്തിൽ കാര്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻ വന്നു. ആഡംബരത്തിൽ റെസ്ട്രിക്ഷൻ വന്നപ്പോഴും അതൊന്നും സമൂഹം നെഗറ്റീവായിട്ട് പ്രതികരിച്ചൊന്നുമില്ല. ഐസൊലേറ്റഡ് ആയിട്ട് ടെൻഷൻ കൊണ്ടും ക്യൂവിൽ നിന്നിട്ടും മരണമുണ്ടായില്ല എന്നല്ല, മരണം ഉണ്ടായി. എന്നാലും അതെല്ലാം സമൂഹം കോപ്പപ്പ് ചെയ്തു എന്നൊരു തോന്നല് വളരെ ധന്യമായിട്ട്. 1000 കോടി രൂപയുടെ കള്ളപ്പണം പിടിച്ചു എന്ന് പറഞ്ഞു. ഇനി 30-ാം തീയതി കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പല പല ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് പൈസ ഇട്ടവരുടെ മുഴുവനും ഇവാലുവേഷൻ നടക്കും. അതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വരുന്നു. ഏതായാലും ധീരമായിട്ടുള്ളൊരു നടപടി എന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ഉൾപ്പെടെ പലരും പറഞ്ഞപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ വീടുകളിൽ അലമാരിക്കകത്ത് സൂക്ഷിച്ചു വെക്കാൻ എളുപ്പമുള്ള 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അതെങ്ങനെ ഇനി പുറത്തെടുക്കും ഇന്നത്തെ സൂര്യാസ്തമയം കഴിഞ്ഞാൽ എന്നുള്ള വേവലാതി എല്ലാവർക്കും ഉണ്ടാവും. പല രാഷ്ട്രീയ പാർട്ടിക്കാരും വൻകിട വ്യവസായികളെക്കാൾ കൂടുതൽ സമ്പത്തുള്ളവരാണ്, സ്ഥാപനങ്ങളുള്ളവരാണ്, അസറ്റുള്ളവരാണ്. അത് പലതും ക്യാഷാക്കി മാറ്റാതെ ജാഥയ്ക്കും പ്രതിഷേധത്തിനും ഹർത്താലിനും പൈസ കിട്ടുകയില്ല. അപ്പോൾ അതിലേക്ക് ആൾക്കാർ വരാൻ വളരെയധികം കുറയും. 500 രൂപ മിനിമം കൊടുത്താലേ ഏത് ജാഥയ്ക്കും ആൾക്കാർ വരുള്ളൂ എന്നുള്ളത് 500-ന്റെ നോട്ടേ കിട്ടാനില്ലെങ്കിൽ പിന്നെ സാധിക്കില്ലല്ലോ. അങ്ങനെയുള്ള പല പല തരത്തിലുള്ള വിധത്തിലുള്ള തലത്തിലുള്ള മാറ്റങ്ങൾ 50 ദിവസം കൊണ്ട് ഭാരതം ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ പ്രതിഷേധത്തിൻ്റെ ശബ്ദവും ഉയർത്തേണ്ടവരെ ഉയർത്തിക്കൊണ്ട് എന്നാൽ ശാന്തമായിട്ട് ഒരു ആഭ്യന്തര കലാപവും ഉണ്ടായില്ല, ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഒരു ചങ്കൂറ്റത്തോടുകൂടി കൈകാര്യം ചെയ്തു. പ്രതിപക്ഷത്തിൽ തന്നെ എതിർക്കുന്നതിനെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ 2-3 തലത്തിലായി. ഭരണകക്ഷി ഐകകണ്ഠ്യമായിട്ട് പ്രധാനമന്ത്രിയുടെ കീഴിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, അവരിൽ നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ കൂടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഉണ്ടായില്ല. പക്ഷെ തുറന്നു പറയേണ്ട കാര്യങ്ങൾ എല്ലാവരും തുറന്നു പറഞ്ഞു. കാര്യങ്ങൾ പൂർണ്ണമായി ശക്തമായിട്ട് പോയി. 1 മിനിറ്റിൽ 2 ലക്ഷമോ 2 കോടിയോ രൂപ ചെലവഴിച്ച് നടത്തുന്ന പാർലമെന്റ് സമ്മേളനം വെറുതെ ഒഴുകിപ്പോയി. അങ്ങനെയെല്ലാം സംഭവിച്ചുവെങ്കിലും ഈ 50 ദിവസം തികയുന്ന ദിവസം അത് ദുഃഖത്തിനും വേദനയ്ക്കും ഭയത്തിനും ഒന്നും കാരണമില്ലാത്ത വിധത്തിൽ കടന്നു പോകുന്നു. ഭാരതത്തിലും ഭാരതീയ ജനതയ്ക്കും ഏത് ഷോക്കും എടുക്കാൻ സാധിക്കുമെന്നുള്ളതിന് കൂടി തെളിവായിട്ട് നമുക്ക് ഈ വിപ്ലവകരമായ, അതിനെ ഏത് അർത്ഥമെടുത്താലും വിരോധമില്ല, പോസിറ്റീവ് ഉള്ളവർക്ക് പോസിറ്റീവ്, നെഗറ്റീവ് ഉള്ളവർക്ക് നെഗറ്റീവ്, അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യം. ആ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന മേജർ മാറ്റങ്ങൾക്ക് ഇതൊരു തുടക്കമായിരിക്കാം. ഇപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എമൗണ്ട് ഇട്ടവര് പാവപ്പെട്ടവരുടെ അക്കൗണ്ടിലായിട്ടതെങ്കിൽ പാവപ്പെട്ടവർക്ക് അതൊരു അസറ്റായി തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല.
അവരവരുടെ അക്കൗണ്ടിലാണ് ഇട്ടതെങ്കിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് ഓട്ടോമാറ്റിക്കലി ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വരാതിരിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 50 ദിവസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും എല്ലാം തീർന്നു എന്നുള്ളതല്ല. ഇനി ഇതുവരെയും സമ്പത്ത് കൈകാര്യം ചെയ്തവർ ചെയ്തിരിക്കുന്ന തിന്മകൾ ഉണ്ടെങ്കിൽ അതുകൂടി വിലയിരുത്താനുള്ള ഒരു തുടക്കമാണ് റിയൽ എസ്റ്റേറ്റ്. അതുപോലെ പല മാഫിയകൾ പല തരത്തിൽ സമ്പത്തുണ്ടാക്കാൻ കുടുക്കുവഴിയിലൂടെ പോയവരെല്ലാവരും ഇപ്പോൾ ഒരു പക്ഷേ നിരീക്ഷണത്തിലായിരിക്കും. എവിടേക്കോ ധന്യമായിട്ടുള്ള ഒരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. 50 ദിവസം കഴിയുന്ന വേളയിൽ പ്രണാമം, നമസ്കാരം.